ഞാൻ റീസെന്റ് കണ്ട ഒരു ഹൊറർ മൂവിയാണ് ദി ഫസ്റ്റ് ഒമൻ. 1976 ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഒമൻ എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രീക്വലായിട്ട് വന്ന ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മൂവിയാണ്. എനിക്ക് നല്ല രീതിക്ക് വർക്ക്ഔട്ടായി ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ റീസെന്റ് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ഹൊറർ മൂവീസ് എന്ന് പറയുന്നത് നല്ല പ്രഡിക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ടാണ് ആ ഒരു മൂവി കൊണ്ടുപോകുന്നത്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ജംപ് സ്കെയർസും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയും എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ആലോചിച്ചാൽ കിട്ടും. ആ രീതിക്കാണ് റീസെന്റ് വന്നിട്ടുള്ള എല്ലാ ഹൊറർ മൂവീസും. ഞാൻ റീസെന്റ് ഒരുപാട് കാലമായി നല്ലൊരു കിടിലൻ ഹൊറർ മൂവി കണ്ടിട്ട്. ഒരു മൂവി കാണുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സ്റ്റോറി ലൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന എലമെന്റ്സ് ഒക്കെ അതിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ പ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു പോയിന്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരും, പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കും, അല്ലെങ്കിൽ മറ്റേ അറിയാലോ സ്ഥിരം ടെംപ്ലേറ്റ് എന്താണോ അത് തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ഹൊറർ മൂവീസിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ദി ഫസ്റ്റ് ഒമൻ. കാരണം ഇതിന്റെ ഒരു പ്രസന്റേഷൻ കിടിലാണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടും അടുത്ത ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റും അല്ലെങ്കിൽ ക്ലീഷ എലമെന്റ്സ് ഒക്കെ ഒരുപാട് വരാൻ പറ്റിയ ഏരിയാസ് ഒക്കെ ഈ ഒരു മൂവിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സീൻസിൽ ഞാൻ തന്നെ പ്രഡിക്റ്റ് ചെയ്ത് നോക്കി, ഇത് ഇങ്ങനെ ആയിരിക്കും ഈ സീൻ, അല്ലെങ്കിൽ ജെയിംസ് കെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഏരിയ നോക്കി. പക്ഷെ അങ്ങനെ ഒന്നും ആ ഒരു സീനില്ലായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു സീന് പോയി. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സീൻസ് ഒക്കെ ആയിരുന്നു ഈ ഒരു മൂവിൽ അധികം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ കിടിലും സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനും അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ ആണ്. കാരണം കിടിലായിട്ടാണ് ആ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റ് ചെയ്തിരിക്കുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് മൂവി കൊണ്ടുവന്നത്. കാരണം നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കും, നമുക്ക് തന്നെ ഒരു ഭയങ്കര രീതിയിൽ എൻഗേജിംഗ് ഫീൽ ചെയ്യും. കാരണം അടുത്ത് എന്ത് നടക്കാൻ പോകും, അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഭയങ്കര രീതിയിൽ നമ്മൾ ആ ഒരു ആകാംക്ഷ ആയിരിക്കും അടുത്ത് എന്താണെന്നുള്ള ആ ഒരു ത്രിൽ മൂവ്മെന്റ് പിടിച്ചാണ് എൻ്റെ മൂവി പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്. എനിക്ക് നല്ല രീതിക്ക് ആ ഒരു സ്ക്രീൻ പ്ലേ വർക്ക്ഔട്ടായി. കാരണം നമ്മൾ ഹോണ്ടേപ്പിക്കുന്ന ഒരുപാട് കിടിലൻ സീക്വൻസും ഒരുപാട് കിടിലൻ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഈ ഒരു മൂവിയിലുണ്ട്. ഈ ഒരു മൂവിയുടെ ട്രെയിലർ കണ്ടിട്ട് രണ്ടു ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്തത്. രണ്ടു എന്നൊക്കെ പറയുന്ന ഒരു കോമഡി പടമാണ്. കാരണം ഒന്നുമില്ല ആ ഒരു മൂവിയിൽ. ആ ഒരു മൂവിയുടെ റിവ്യൂ ചെയ്തപ്പോൾ പോലും ഒരു കമന്റ് ഉണ്ടായിരുന്നു, മൂവിയുടെ സസ്പെൻസ് എന്തിനാ പൊളിക്കുന്നത്. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. സസ്പെൻസോ? കാരണം ഒന്നുമില്ല, ഒരു സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എന്തോ കൊണ്ടുവന്ന ഒരു മൂവി. ഇടയ്ക്കിടയ്ക്ക് രണ്ടു വരുന്നു, ഇങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ മൂവി എന്ന് പറയുന്നത്. സോ ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് കുറച്ചെങ്കിലും എൻഗേജ് ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്ത ഒരു കിടിലൻ പ്രസന്റേഷൻ ആയിട്ട് തോന്നിയ ഒരു മൂവിയാണ് ദി ഫസ്റ്റ് ഒമൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രാഞ്ചൈസിലെ 5th or 6th എന്തോ ഒരു മൂവിയാണ്. കാരണം 1976 ഇതിന്റെ ആദ്യത്തെ മൂവി റിലീസ് ആണ്. പിന്നെ ഒരുപാട് പാർട്സ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം വന്ന മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് കാണണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇതൊരു പ്രീക്വൽ ആയിട്ടുള്ള മൂവിയാണ്. ശരിക്കും ആ ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അധികം ഈ സ്റ്റോറിനെ കുറിച്ച് പറയുന്നില്ല. ഇനിയും കണ്ടിന്യൂഷൻ ആയിട്ട് ഒരുപാട് സ്റ്റോറീസ് ഈ ഒരു ഫ്രാഞ്ചൈസിൽ വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ആ രീതിക്കാണ് ഈ ഒരു മൂവി ഈ സ്റ്റോറി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു മൂവി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നല്ല ഞാൻ പറയുന്നത്. ഹൊറർ എന്ന സെഗ്മെന്റിൽ സ്ഥിരമായിട്ട് കാണുന്ന ടെംപ്ലേറ്റും ക്ലീഷയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസന്റേഷനും ആ ഒരു മൂവിയുടെ മേക്കിങ്ങും, അല്ലെങ്കിൽ ആ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്ന ഒരു മൂവിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഈ ഒരു മൂവി തിയേറ്റർ റിലീസ് ആയതാണ്, പക്ഷേ ട്രിവാൻഡ്രത്തെ തിയേറ്റേഴ്സ് ഒന്നും മൂവി കണ്ടില്ല. കാരണം അറിയാലോ, നല്ല മൂവീസ് ഒന്നും അധികം വരത്തില്ല. സൂപ്പർ ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.